നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വർഷങ്ങളായി സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അർഹമായ അംഗീകാരങ്ങളോ അവാർഡുകളോ തേടിയെത്തും. പുതിയ വാഹന ഭാഗ്യവും സമൂഹത്തിൽ വലിയ പ്രശസ്തിയും ഇന്ന് ഫലമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിൽ ഐക്യക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യന്റെ സ്വാധീനക്കുറവ് പിതൃതുല്യരായ വ്യക്തികളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാമെന്നതിനാൽ അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മനസ്സിന് വിഷമം നൽകുന്ന ചില വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ക്ലേശങ്ങൾ അനുഭവപ്പെടാനും ചെയ്യുന്ന കഠിന പ്രയത്നത്തിന് തക്കതായ ഫലം ലഭിക്കാതെ വരാനും ഇടയുള്ളതിനാൽ ക്ഷമയോടെ മുന്നോട്ടു പോകുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പൂർണ്ണമായ അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും. വലിയ ധനനേട്ടം, മനസ്സന്തോഷം, തിളക്കമാർന്ന തൊഴിൽ വിജയം എന്നിവ ഫലമാണ്. പുതിയ സ്ഥാനപ്രാപ്തിയും സുഖനിദ്രയും പ്രതീക്ഷിക്കാവുന്നതാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ബന്ധുജനങ്ങളുമായി അനാവശ്യ തർക്കങ്ങൾ ഉണ്ടായേക്കാം. വിവാഹാലോചനകളിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ വന്നേക്കാം. കോടതി വ്യവഹാരങ്ങളിലെ പരാജയം, ധനനഷ്ടം, അലസത എന്നിവ മൂലം വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള മികച്ച ദിവസമാണിത്. ഒരു പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാനുള്ള ആഗ്രഹം നിറവേറാൻ യോഗമുണ്ട്. ജീവിത ലക്ഷ്യങ്ങൾക്കായുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പങ്കാളിയുമായും മക്കളുമായും അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരം നിയന്ത്രിക്കുക. തൊഴിലിൽ തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വന്നേക്കാം. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപകടങ്ങളിൽ സാധ്യതയുള്ളതിനാൽ ജലാശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ സഹകരണവും വലിയ സ്നേഹവും ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഇരട്ടിയാകും. പുതിയ വീടോ വാഹനമോ എളുപ്പത്തിൽ സ്വന്തമാക്കാനുള്ള സാധ്യതയും കാണുന്നു. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കഠിനാധ്വാനം കൊണ്ട് ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇന്ന് ലഭിക്കും. സൂര്യന്റെ അനുകൂല പ്രഭാവം വഴി സർക്കാർ കാര്യങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ സന്തോഷകരമായ ചടങ്ങുകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ അവസരം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിഷഭയം, ഉദരരോഗം, വ്യവഹാരങ്ങളിൽ പരാജയം എന്നിവ ഉണ്ടാകാതെ ആരോഗ്യകാര്യങ്ങളിലും നിയമകാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ദുഷ്പ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കാം. രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകുകയും ധനക്ലേശം, തൊഴിൽ പരാജയം എന്നിവ നേരിടുകയും ചെയ്യുമെന്നതിനാൽ ജാഗ്രത വേണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബസൗഖ്യം, തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി, ആരോഗ്യവർദ്ധനവ് എന്നിവ ഒരുമിച്ചെത്തുന്ന ദിവസമാണ്. കുടുംബത്തിൽ മനസ്സമാധാനവും വലിയ സന്തോഷവും ഉളവാകുന്ന സുന്ദരമായ അനുഭവങ്ങൾ വന്നുചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.